സ്തോത്രമേശുവേ, നിന്നെ മാത്രം നീയോടെയെന്നും വാഴ്ത്തി പാടും ഞാൻ. നിന്നെ മാത്രം നീയോടെയെന്നും വാഴ്ത്തി പാടും ഞാൻ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. തന്നോടൊപ്പം സഭയ്ക്ക് പ്രയോജനകരമായി തീർന്നവരുടെ വന്ദനം കൂടി അറിയിച്ചുകൊണ്ടാണ് പൗലോസ് റോമാലേഖനം എഴുതി അവസാനിപ്പിക്കുന്നത്. കുട്ടുവേലക്കാരനായ തിമത്തിയോസ്, ചാർച്ചക്കാരായ ലുക്യോസ്, യാസോൻ, സോസിപത്രോസ് എന്നിവരോടൊപ്പം സഭയ്ക്ക് അതിഥിസൽക്കാരം ചെയ്ത ഗയോസിൻ്റെയും വന്ദനം അറിയിക്കുന്നു. റോമർ 16:21 മുതൽ 23 വരെ. ഇവിടെ ഗായോസിനെ കുറിച്ച് പറയുന്നത് സർവ്വസഭയ്ക്കും അതിഥിസൽക്കാരം ചെയ്യുന്നവൻ എന്നാണ്. സുവിശേഷ വേല മാത്രമല്ല, അതിഥിസൽക്കാരവും സുവിശേഷ പ്രവർത്തനമായി പൗലോസ് കാണുന്നു. ഇന്ന് നമുക്ക് അതിന് കഴിയുന്നുണ്ടോ? സഭയെ അവരുടെ വന്ദനം അറിയിക്കുന്നതിൽ കൂടി കൂട്ടു സഹോദരനോടുള്ള സ്നേഹവും ബഹുമാനവുമാണ് പൗലോസ് പ്രകടിപ്പിക്കുന്നത്. ഗായോസിനെ കുറിച്ച് പുതിയ നിയമത്തിൽ 5 ഇടങ്ങളിൽ പറയുന്നുണ്ട്. 1. അപ്പോസ്തലപ്രവൃത്തി 19:29. പൗലോസിൻ്റെ സഹയാത്രികനും മക്കദോന്യക്കാരനുമായ ഗായോസ്. 2. അപ്പോസ്തലപ്രവൃത്തി 20:4. ദർബക്കാരനായ ഗായോസ്. 3. 1 കൊരിന്ത്യർ 1:15. കൊരിന്തിൽ വെച്ച് പൗലോസ് സ്നാനപ്പെടുത്തിയ ഗായോസ്. 4. റോമർ 16:23. പൗലോസിനും സർവ്വസഭയ്ക്കും അതിഥിസൽക്കാരം ചെയ്ത ഗായോസ്. 5. 3 യോഹന്നാൻ 1 യോഹന്നാൻ്റെ 3 ലേഖനം ഗായോസിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. യോഹന്നാൻ പറയുന്നത്, ഞാൻ സ്നേഹിക്കുന്ന പ്രിയ ഗായോസ് എന്നാണ്. ദർബക്കാരനായ ഗായോസ് അവിടെ നിന്നും കൊരിന്തിൽ വരികയും പൗലോസിൻ്റെ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെടുകയും പൗലോസിനാൽ സ്നാനപ്പെടുകയും ചെയ്തു എന്നാണ് ഈ ഭാഗങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. ഗായോസിൻ്റെ പ്രത്യേകതകളെന്ന് ചിന്തിച്ച് അവയുമായി ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാം. പൗലോസിൻ്റെ ശുശ്രൂഷയിൽ മാനസാന്തരപ്പെട്ട വ്യക്തിയാണ് ഗായോസ്. ആദ്യകാലങ്ങളിൽ മാനസാന്തരപ്പെടാത്ത ഒരു വ്യക്തിയെ ക്രിസ്ത്യാനി എന്ന് വിളിച്ചിരുന്നില്ല. ഇന്ന് ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കുന്നവരെല്ലാം ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനിയാകുന്നതിന് മാനസാന്തരപ്പെടണം എന്നില്ല. എന്നാൽ ക്രിസ്തീയ വിശ്വാസിയാകണമെങ്കിൽ മാനസാന്തരപ്പെടണം, രക്ഷിക്കപ്പെടണം. കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവനെ വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നവനാ ക്രിസ്തു വിശ്വാസി. നാം എല്ലാവരും തന്നെ ക്രിസ്ത്യാനികളാണ്. എന്നാൽ മാനസാന്തരപ്പെട്ട, രക്ഷിക്കപ്പെട്ട ക്രിസ്ത്യാനിയാണോ? ഇതിനുള്ള ഉത്തരം നാം തന്നെ കണ്ടെത്തിയേ മതിയാകൂ. വിശ്വാസ ജീവിതത്തിലേക്ക് വന്ന ഗായോസ് പൗലോസിൻ്റെ സഹപ്രവർത്തകനായി പൗലോസിനോടൊപ്പം യാത്ര ചെയ്ത് സുവിശേഷ വേലയിൽ പങ്കുചേർന്നു. ഓരോ ക്രിസ്ത്യാനിയും ഓരോ മിഷണറിയായിരിക്കണം. കർത്താവിൻ്റെ വേല പിന്തുടരുക എന്നതാണ് ക്രിസ്ത്യാനിയെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. ഒരു മിഷണറിയായി തീരുവാൻ കഴിയാതെ വന്നേക്കാം. എന്നാൽ മിഷൻ വേല ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും മിഷൻ വേലയിൽ സാമ്പത്തികമായി കരുതൽ നൽകുവാനും നമുക്ക് കഴിയുമെങ്കിൽ നാമും മിഷൻ പ്രവർത്തനത്തിൽ പങ്കുചേരുന്നവരാണ്. അതിന് നമുക്ക് കഴിയുന്നുണ്ടോ? ഉപദ്രവങ്ങളുടെയും കഷ്ടതകളുടെയും മുൻപിലും ഗായോസ് പൗലോസിനോടൊപ്പം നിന്നു. ആസയിൽ വെച്ച് ജനം കലഹിക്കുകയും പൗലോസിൻ്റെ കൂട്ടിയാത്രക്കാരായ ഗായോസിനെയും അരിസ്തർഹോസിനെയും അവർ പിടിച്ചുപദ്രവിക്കുകയും ചെയ്തതായി അപ്പോസ്തലപ്രവൃത്തി 19 വായിക്കുന്നുണ്ട്. ഈ വിധത്തിലുള്ള ഉപദ്രവങ്ങളൊന്നും തന്നെ ക്രിസ്തീയ വേലയിൽ നിന്നും കൂട്ടായ്മയിൽ നിന്നും ഗായോസിനെ അകറ്റിയില്ല. ഒരു തടവുകാരനായി പൗലോസിനെ യെരുശലേമിലേക്ക് കൊണ്ടുപോകുമ്പോൾ പൗലോസിൻ്റെ കൂട്ടാളിയായി പോയത് ഗായോസാണ്. അപ്പോസ്തലപ്രവൃത്തി 20:4.
പൗലോസിൻ്റെ കഷ്ടതയിൽ പങ്കുചേർന്ന ഗായോസ്. വിശ്വാസം നിമിത്തം കഷ്ടതകൾ അനുഭവിക്കുന്നവരുടെ കഷ്ടതകളിൽ പങ്കുചേരുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ടോ? ഗായോസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിഥി സൽക്കാരം ആയിരുന്നു. അതിഥി സൽക്കാരം ദൈവജനത്തിൻ്റെ പദവിയാണ്. എബ്രായർ 13:1-2 വാക്യങ്ങളിൽ ദൈവദൂതന്മാരെ വരെ സൽക്കരിച്ച അബ്രഹാമിൻ്റെ അതിഥി സൽക്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഗായോസ് കൂട്ടുവിശ്വാസികളെ സ്വീകരിക്കുകയും അവരെ സൽക്കരിക്കുകയും ചെയ്തു. അധ്യക്ഷസ്ഥാനം കാക്ഷിക്കുന്നവർ അതിഥിപ്രിയരായിരിക്കണം എന്ന 1 തിമോഥെയോസ് 3:2 പറയുന്നത്. ക്രിസ്തീയ വേലക്കാരെ കരുതുന്ന വിശ്വാസികളായി നാം തീരണം. വിശ്വാസിയല്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ നമ്മളുടെ കരുതലിൽ നിന്ന് മാറ്റി നിർത്തുവാനും പാടില്ല. ഗായോസിനെ കുറിച്ചുള്ള യോഹന്നാൻ്റെ സാക്ഷ്യം 3 യോഹന്നാൻ 1:3 വാക്യങ്ങളിൽ കാണുന്നുണ്ട്. സത്യത്തിൽ നടക്കുന്നവൻ, സഹോദരന്മാർക്കും അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നവൻ, എല്ലാത്തിലും വിശ്വസ്തത പാലിക്കുന്നവൻ, എല്ലാവരെയും സ്നേഹിക്കുന്നവൻ. ഈ ഒരു സാക്ഷ്യമാണ് ഓരോ ക്രിസ്തീയ വിശ്വാസിക്കും വേണ്ടത്. നമ്മുടെ വിശ്വാസ ജീവിതവും പ്രായോഗിക ജീവിതവും ചേർന്ന് പോകണം. ഈ സാക്ഷ്യം നമുക്കും ഉണ്ടാകണം. കർത്താവേ, രക്ഷിക്കപ്പെട്ട മാനസാന്തരപ്പെട്ട ക്രിസ്ത്യാനിയായി സാക്ഷ്യമുള്ള ജീവിതം നയിപ്പാൻ എന്നെയും ഒരുക്കണമേ. ആമേൻ. ദാസനാമെന്റെ നാശമാകറ്റാൻ നരവേഷമായവതരിച്ച ദൈവജാതനീ, നരവേഷമായവതരിച്ച ദൈവജാതനീ, പാപത്തിനോടെ ശാപശിക്ഷയാ